ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 25 കണ്ടിന്യൂറ്റിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ലാബിലെ സൊല്യൂഷൻസ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം എന്നും ഈ ലാബിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓൾറെഡി ലാബ് 25 കണ്ടിന്യൂറ്റിയിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ലാബിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ക്ലാസ് കണ്ട് എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലാക്കുക. ഈ ലാബിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അത് കണ്ട് ഇതിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും മനസ്സിലാക്കുക. ഇവിടെ ജസ്റ്റ് 2023 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 പബ്ലിക് എക്സാമിനേഷനും 2023, 2022, 2021 ഈ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് വളരെയധികം സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാനാണ് സാധ്യത. സോ ഈ 3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ 2024 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ 3 വർഷത്തെയും എല്ലാ ലാബിന്റെയും ഈ വർഷം എക്സാമിനേഷന് പരിഗണിക്കുന്ന എല്ലാ ലാബിന്റെയും സൊല്യൂഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. 2023 ഈ ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 13. കഴിഞ്ഞ വർഷം ലാബ് 24 എന്നായിരുന്നു നമ്പർ. ഈ വർഷം അത് 25 എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാബ് നെയിം കണ്ടിന്യൂറ്റി, സെക്കൻഡ് ഇയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബാണ്. ഓരോ ലാബിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഈ ലാബിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ, draw the graph of the function f of x and discuss its continuity at x equal to 2. If discontinuous, write the reason for discontinuity. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് മാത്രം ആൻസർ ചെയ്യുക. അപ്പൊ ഈ ലാബ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തിയറി എന്ന് പറയുന്നത്, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്ത്? നിങ്ങൾക്കറിയാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റിൽ ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എന്ന ലാബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് എന്ന ലാബ് പഠിച്ചിട്ട് മാത്രം കണ്ടിന്യൂറ്റിയിലേക്ക് എത്തുക. കാരണം അതിന്റെ തുടർച്ചയാണ് ഈ ലാബ്. സോ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതാണ് ലിമിറ്റ്. ആ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കണം? ആ ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള വാല്യൂവിനും ഈക്വൽ ആയിരിക്കണം. എഫ് ഓഫ് എക്കും ഈക്വൽ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ ഫംഗ്ഷൻ എന്തെന്ന് പറയാം? ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയാം. ഈ തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വൈവ ക്വസ്റ്റ്യന് അങ്ങനെ ചോദിക്കാം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്ത്? ഓക്കെ, അതുകൊണ്ട് തിയറി ഭംഗിയായിട്ട് അറിഞ്ഞാൽ, ഈ ഒരൊറ്റ പോയിന്റ് അറിഞ്ഞാൽ മതി, ഈ ലാബ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ആദ്യം ഈ ഫംഗ്ഷൻ ഡ്രോ ചെയ്യണം. അതിനുവേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ ഇൻപുട്ട് ബാറിൽ ആ കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ വരും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഇഫ് കമാൻഡ് ആണ്. ഇഫ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്താണ് കമാൻഡ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കോമ എന്താണ് ഫംഗ്ഷൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് സ്ക്വയർ, എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2, then കോമ. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്തെന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ കോമ. ഫംഗ്ഷൻ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 2x + 1. ഓക്കെ, എന്റർ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഓൾജിബ്ര ഇവിടെ ഓൾജിബ്ര വ്യൂവിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എക്സ് സ്ക്വയർ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x + 1 when x greater than 2. കറക്റ്റ് ആണോ നോക്കി നോക്ക്. കറക്റ്റ് ആണല്ലോ. കമാൻഡ് അതുപോലെ നൽകിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ when x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2x + 1 when x greater than 2. അപ്പൊ ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അറ്റ് x ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ?
അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ്, ഇതിന്റെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂ എന്താണ്? 4. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 4 അറ്റ് x ഈക്വൽ ടു 2. ഇനി 2ന്റെ റൈറ്റ് ലിമിറ്റ് എന്താണ്? റൈറ്റ് സൈഡിൽ വരുമ്പോഴുള്ള y വാല്യൂ എന്താണ്? 5. അതായത് റൈറ്റ് ലിമിറ്റ് 5. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2 എന്ന് പറയാം. ഇതാണ് റീസൺ. വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്. പക്ഷേ പല കുട്ടികളും കണ്ടിന്യൂറ്റി എന്ന് കേട്ട് പേടിക്കാറാണ് പതിവ്, അതിന്റെ ആവശ്യമില്ല. സോ ഇതെങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം? ക്വസ്റ്റ്യൻ നമ്പർ 13 ലാബ് 24 കണ്ടിന്യൂറ്റി ഹെഡിങ് കൊടുക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 ഇടുക, 2 ആണെങ്കിൽ 2 ഇടുക. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസിഡർ ചെയ്തത്. ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2. എന്തുകൊണ്ട്? ബിക്കോസ് ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ഇത്രയും മാത്രം എഴുതിയാൽ മതി. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ് സിൻസ് ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഇനി വേണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റിന്റെ റൈറ്റ് ലിമിറ്റിന്റെ വാല്യൂ എഴുതാം. ലെഫ്റ്റ് ലിമിറ്റ് എന്തായിരുന്നു? 4. റൈറ്റ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 5. രണ്ടും ഈക്വൽ അല്ല, therefore ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2 എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലെ. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ x² + 1, x ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ 3x. അപ്പോഴുള്ള കണ്ടിന്യൂറ്റി എന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. കമാൻഡ് കൊടുക്കുക, ഇൻപുട്ട് ബാറിൽ കമാൻഡ് കൊടുക്കുക. ഇഫ് കമാൻഡ് ആണ്. സോ നേരത്തെ ചെയ്തതുപോലെ ഇഫ് ബ്രാക്കറ്റ് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ കോമ, അങ്ങനെ കാര്യം മനസ്സിലാക്കുക. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? x² + 1, x ഷിഫ്റ്റ് ക്യാപ് 2, ദെൻ +1, x² + 1 കോമ. അടുത്തെന്താണ് വേണ്ടത്? x ലെസ് ദാൻ 2 അല്ലേ? ഓക്കെ, സോറി, ഇവിടെ x ആദ്യത്തത് ലെസ് ദാൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോഴാണ് x² + 1 കോമ. ദെൻ എന്താണ്? x. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത് എന്താ വേണ്ടേ? x ഗ്രേറ്റർ ദാൻ 2, x ഗ്രേറ്റർ ദാൻ 2 കോമ. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? 3x. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 5. 2 എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് y വാല്യൂ എന്താണ്? 6. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് 5, റൈറ്റ് ലിമിറ്റ് 6. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണാൻ അറിയാലോ. സോ 2 എന്ന് പറയുന്ന പോയിന്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് 5, 2 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റ് y വാല്യൂ 6. സോ രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഫംഗ്ഷൻ അഗൈൻ നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2. ഒരേ നിലവാരത്തിലുള്ള 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. ഒന്ന് മാത്രം നിങ്ങൾ പബ്ലിക്കിന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്രിയേറ്റ് എ സ്ലൈഡർ k വിത്ത് ഇൻക്രിമെന്റ് 0.1 using the input command given below. Draw the graph of the function f of x. Find the value of k for which the function becomes continuous. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്, ടിക്ക് ഇട്ടിട്ടുള്ളത് മാത്രം ആൻസർ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ? f of x ഈക്വൽ ടു ഇഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഫംഗ്ഷൻ kx - 1. അത് ടൈപ്പ് ചെയ്യുന്നതിനുള്ള കമാൻഡ് എന്താണ്? k*x - 1 കോമ. x ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 3x - 4. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ടൂൾ ബാറിൽ സ്ലൈഡർ എടുക്കുക, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ലൈഡറിന്റെ നെയിം എന്തോ നൽകിയിട്ടുണ്ട്? k. ദെൻ ഇൻക്രിമെന്റ് എന്താണ് കൊടുക്കേണ്ടത്? 0.1. ഓക്കെ കൊടുത്തു. സോ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഇഫ് എന്ന് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. എന്തായിരുന്നു ഫംഗ്ഷൻ? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കോമ. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? kx - 1. അതെങ്ങനെ ടൈപ്പ് ചെയ്യണേ? k സ്റ്റാർ എന്ന് പറഞ്ഞാൽ 8 എന്ന നമ്പറിന്റെ അപ്പർ ക്യാരക്ടർ ആണ്. 8ന്റെ അപ്പർ ക്യാരക്ടർ എടുക്കുമ്പോൾ സ്റ്റാർ കിട്ടും. k ഇൻറ്റു എന്താണ്? x, ദെൻ എന്താണ്? -1, kx - 1 കോമ. ദെൻ എന്തായിരിക്കും? x ഗ്രേറ്റർ ദാൻ 3. x ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ
3x minus 4, 3x minus 4. Then enter കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ കിട്ടി. Clearly the function is discontinuous. 3 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് എന്താണ്? 5 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. Therefore the function is not continuous at x equal to 3. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ലൈഡർ ടൂൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം അല്ലേ? നമ്മുടെ സ്ലൈഡർ ടൂൾ ലൈവ് ആയിരിക്കുകയാണ്, അത് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക? സ്ലൈഡർ നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോവുക. വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ എന്തായി? ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയി അല്ലേ? 1, 3 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ് 5 ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റും 5 ആണ്. So now the function is continuous. എപ്പോൾ k equal to 2. ഇത് നമ്മുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. ആൻസർ സ്ക്രിപ്റ്റിൽ എങ്ങനെ രേഖപ്പെടുത്തും? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ഗ്രാഫ് സ്കെച്ച്ഡ്, ഗ്രാഫ് വരച്ചു. ഫംഗ്ഷൻ now continuous എപ്പോൾ? when k equal to 2. സിമിലർലി റിമൈനിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അത് ഇതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Create 2 sliders A and B with the increment 1. Draw the graph of the function f of x using the input command given below. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതാണോ ടിക്കറ്റ് ഉള്ളത് അത് മാത്രം ആൻസർ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. Find values of A and B so that the function f is continuous. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എക്കും ബിക്കും എന്ത് വാല്യൂ കൊടുക്കണം? അതുപോലെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പിന്നാലെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. 2 സ്ലൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം സ്ലൈഡർ സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. സ്ലൈഡർ ആദ്യത്തിന്റെ പേര് എ ആണ്. ഇൻക്രിമെന്റ് എന്ത് കൊടുക്കണം? 1 കൊടുക്കുക. ഓക്കെ, എഗെയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു സ്ലൈഡർ ബി വന്നു, അതിന്റെയും ഇൻക്രിമെന്റ് എന്താണ്? 1. ഓക്കെ, അപ്പോൾ 2 സ്ലൈഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? If x less than or equal to 1, ഫംഗ്ഷന്റെ വാല്യൂ 1. x less than 3 ആണെങ്കിൽ ഫംഗ്ഷൻ ax plus b and കമാൻഡ് a star x plus b, x greater than 3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 5. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെ? ഇഫ് കമാൻഡ് ആണ്. ഇഫ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് കൊടുക്കുക. ആദ്യം എന്തായിരുന്നു? x less than or equal to 1, x less than or equal to 1, ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1, അടുത്ത് x less than 3, x less than 3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? ax plus b. അതെങ്ങനെ ടൈപ്പ് ചെയ്തേ? a star x then plus b, then എന്താണ് വേണ്ടത്? x greater than or equal to 3, x greater than or equal to 3, ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 5. then എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കാണാം. അപ്പൊ ഗ്രാഫ് ഡ്രോ ചെയ്തു, ഫസ്റ്റ് പാർട്ടായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് എന്താണ്? കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എക്കും ബിക്കും എന്ത് വാല്യൂ കൊടുക്കണം? അപ്പൊ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആക്കണം. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് അല്ല. 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ 2 പോയിന്റിലും കണ്ടിന്യൂസ് ആക്കണം. അതിനുവേണ്ടി ഈ സ്ലൈഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെ റൈസ് ചെയ്തത് എവിടെ എത്തിക്കണ്ടേ? അപ്പൊ ആദ്യം ഈ സ്ലൈഡർ ടൂൾ യൂസ് ചെയ്യാം. ആ സ്ലൈഡർ ടൂൾ ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയോ? നേരത്തെ സ്ലൈഡർ ടൂൾ ആക്റ്റീവ് ആയിരിക്കുന്നു, അത് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് എ എന്ന സ്ലൈഡർ മൂവ് ചെയ്യിപ്പിച്ച് ജസ്റ്റ് അതങ്ങ് ഒരുപാട് മേളിൽ പോയി. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ബി എന്ന സ്ലൈഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ബി എന്ന സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യണം. എ എന്ന് പറയുന്നത് ഇവിടെ വെച്ചു. അടുത്ത് ബി എന്ന സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ? ബി എന്ന സ്ലൈഡർ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, റൈറ്റ്. സോ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു -1 ആയപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി? കണ്ടിന്യൂസ് ആയി. 1 കണ്ടിന്യൂസ് ആയി, 3 കണ്ടിന്യൂസ് ആയി, മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണ്. സോ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? ജസ്റ്റ് എ പാർട്ട് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു -1, ആ 2 വാല്യൂ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. നേരത്തെ മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയി, ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആക്കണം,
3ൽ ഡിസ്കണ്ടിന്യൂസ് ആക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ എന്ത്, എയുടെയും ബിയുടെയും വാല്യൂ എന്ത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, 1ൽ കണ്ടിന്യൂസ് ആയിരിക്കണം, 3ൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ സ്ലൈഡർ 2 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്കണ്ടിന്യൂസ്, ഇപ്പോൾ രണ്ടിടത്തും ഡിസ്കണ്ടിന്യൂസ് ആയില്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3ൽ ഡിസ്കണ്ടിന്യൂസ് ആയി. ഇനി ഇതിനെ മൂവ് ചെയ്യിപ്പിച്ച് 1ൽ കണ്ടിന്യൂസ് ആക്കണം, ഇതിനെ താഴോട്ടാക്കണം. അതിനുവേണ്ടി ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ താഴോട്ട് വന്നു. ഇപ്പോൾ നോക്കി നോക്ക്, ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ബട്ട് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. 3ൽ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു -2. ഈ ഒരൊറ്റ വാല്യൂ അല്ല കേട്ടോ, ഒത്തിരി സാധ്യതകളുണ്ട്. വീണ്ടും നിങ്ങൾക്ക് സ്ലൈഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വ്യത്യസ്ത വാല്യൂസ് കണ്ടെത്താം. ഇവിടെ ഞാൻ ആൻസർ കീയിൽ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു -2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. കണ്ടിന്യൂറ്റി ഇതേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും 2024ലും ചോദിക്കാൻ സാധ്യത. സോ എക്സാമിനേഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഈ ലാബിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തു പോയാൽ ഈ വർഷവും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.